ടു ഗംഗാസ് ഡയറീസ്. ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വാങ്ങിച്ച് കുറച്ച് ബുക്കും ബാഗും സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ വാങ്ങിച്ച ബാഗ്. ഇത് അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ബാഗാണ്. അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ബാഗാണ്. ഫസ്റ്റ് ഇവിടെ മൊത്തം 3 സിബ്ബുകളുണ്ട്. ഇവിടെ ഒരു കുഞ്ഞ് സിബ്ബുണ്ട്, പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് സിബ്ബ്, ഇവിടെ 3 സിബിൻ്റെ ആവശ്യം എനിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 3 സിബിൻ്റെ ബാഗ് ഞാൻ വാങ്ങിച്ചോളൂ. ഫസ്റ്റ് തന്നെ ഒരു വൈറ്റ്നർ. ഇത് തുറന്ന് കാണിക്കണ്ടേ, തുറന്ന പിന്നെ വയ്ക്കാൻ പാടാണ്. ഒരു വൈറ്റ്നർ. ഇത് ക്യാമലിൻ, എനിക്ക് ഏതിൻ്റെ എന്ന് പറഞ്ഞു ഇവിടെ പേര് എഴുതിയിട്ടില്ല. ഒരു വൈറ്റ്നർ ഒരു വൈറ്റ്നറുണ്ട്. ഒരെണ്ണം കൂടെ എക്സ്ട്രാ വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വൈറ്റ്നർ. പിന്നെ ഇതാ ഒരു 3 ഹൈലൈറ്റേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. 2 എണ്ണം ക്യാമലിൻ്റെയും 1 എണ്ണം എന്തോ ഒരു ബ്രാൻഡിൻ്റെ ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ. ഇത് രണ്ടും ക്യാമലിൻ്റെയാണ്. ഒരു ബ്ലൂവും ഒരു ഓറഞ്ചും. ഈ 2 ക്യാമലിൻ്റെയാണ്. ഇതെന്തോ ഒരു പിങ്ക് എന്തോ ഷെയ്ഡാണ്. ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇതൊരു പിങ്ക് ഷെയ്ഡ്. ഇതാണ്. ഇത് അവളെ കണ്ടപ്പോൾ എൻ്റെ സിസ്റ്റർ അനിയത്തി വാങ്ങിച്ചു. നിങ്ങൾ ഇനി മുന്നേ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ വാങ്ങിച്ചപ്പം എനിക്ക് തന്നെയാണ്. ഒരു മജന്തയോ പിങ്കോ അങ്ങനെ എനിക്കിൻ്റെ ഷെയ്ഡ് അറിയില്ല. ഇവിടെ ഒരു റബ്ബറും അതിൻ്റെ ബാക്കിൽ ഒരു ഷാർപ്നറും പറഞ്ഞ നമുക്കിത് ഇങ്ങനെ ഇവിടെയാണ് ഹോൾ വെട്ടാറുള്ള സംഭവം. ഇതിങ്ങനെ എടുത്തിട്ട് നമുക്കിത് കളയാം. ഞാൻ കൊണ്ടുപോകത്തൊന്നുമില്ല. ഇത് അവൾ തന്നപ്പം ഞാൻ വാങ്ങിച്ചതന്നേ ഉള്ളൂ. പിന്നെ ബാഗ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന സംഭവം പിന്നെ ഇവിടെ ഒരു സിബ്ബുണ്ട്. അതിനകത്ത് ഈ നെയിം സ്ലിപ്പില്ലേ, അതിൻ്റെ ഒരു 5-6 എണ്ണം. ഇപ്പം ഒരെണ്ണം നമ്മൾ എടുത്തു. ഇതിൻ്റെ തന്നെ 2 സെറ്റ് ഉണ്ടായിരുന്നു. ഈ മെറൂണിൻ്റെ 2 സെറ്റ്, ബ്ലൂവിൻ്റെ 2 സെറ്റ്, അങ്ങനെ 2 സെറ്റ് ഉണ്ടായിരുന്നു. ഞാൻ BTSൻ്റെയൊക്കെ നോക്കി, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇത് എടുത്തത്, പ്ലെയിൻ എടുത്തത്. ഞാൻ കൂടുതലും പടമൊക്കെ ഉള്ളത്, പക്ഷെ എനിക്കിപ്പം എന്തോ പടമില്ലാത്തതാണ് ഇഷ്ടം. പിന്നെ ഇവിടെ ഒരു സിബ്ബുണ്ട്. ഇതിനകത്ത് നിറച്ച് ബുക്കുകളുണ്ട്. ബുക്ക് കാണിക്കാൻ ഇവിടെ ഇപ്പം തീരുവില്ല. ബുക്കൊക്കെ നമ്മൾ പൊതിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് ബുക്കൊക്കെ നമ്മൾ പൊതിഞ്ഞിട്ടുണ്ട്. ബുക്കൊക്കെ ഓൾറെഡി നമ്മൾ പൊതിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ എടുക്കാനായാലും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട അമ്മയാണ്. പിന്നെ ഞാൻ ഈ പെൻ ഇതായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഈ മൊബൈലിലെ കണ്ടു ഇങ്ങനെ ഈ ഫ്ലെയറിൻ്റെ പെൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് മൊബൈലിലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാണ്. ഇപ്പോൾ ഒരെണ്ണം യൂസ് ചെയ്തു. നല്ല പേനാണ്. നിങ്ങളെല്ലാവരും ഇത് വാങ്ങിക്കേണ്ട സാധനമാണ്. നല്ല പേനാണിത്. ഇത് ഫ്ലെയർ എന്നാണ് എൻ്റെ പേര്. ഫ്ലെയറിൻ്റെ നല്ലൊരു പേനയാണിതാ. ഇതിങ്ങനെ കളർ ഉണ്ടെങ്കിലും ഇത് ബ്ലൂ തന്നെയാണ് കേട്ടോ. നല്ല പേനയാണ്. നിങ്ങളെല്ലാവരും ഇത് വാങ്ങിച്ചത് നല്ല സൂപ്പർ പേനയാണ്. നമുക്ക് ഈ വെള്ളത്തിൽ ഇങ്ങനെ എഴുതുന്ന പോലെ അതെങ്ങനെ അത്ര സ്മൂത്താണിത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൻ്റെ തന്നെ ഫ്ലെയറിൻ്റെ ബ്ലാക്ക്, ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്തില്ല, ബ്ലൂ മാത്രമേ യൂസ് ചെയ്തോളൂ. ഇതാ എൻ്റെ ഫ്ലെയറിൻ്റെയാണിത്. ഈ ഒരു കസേരയിട്ടുണ്ട്, അതിനകത്തോട്ട് വയ്ക്കുന്നത്. പിന്നെ ഒരു വലിയൊരു സ്കെയിൽ. ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യം വലിയ ഇടയ്ക്കൊക്കെ വരണതിന് വേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ചാൽ നമ്മളെ സാധാ സ്റ്റീലിൻ്റെ സ്കെയിലുണ്ടല്ലോ, അതാണ്. പിന്നെ ഒരു ജോമെട്രി ബോക്സ്. ഇത് ഞാൻ വാങ്ങിക്കാറുള്ള കാരണമെന്ന് വെച്ചാൽ എൻ്റെ ജോമെട്രി ബോക്സ് നശിച്ചു പോയി. എന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ
ഇങ്ങനെ കാണാറായി. അപ്പം ഞാൻ ഇപ്പം 10 അപ്പം അതുകൊണ്ട് ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇതാ ഇത് ഡൊമിൻ്റെ എന്തോന്നാണ്. ഇതിനകത്തൊരു പാൻ എക്സ്ട്രാ ഉണ്ട്. ഇതാ ഒരു പാനുണ്ട്. എൻ്റെ പാന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കത് എൻ്റെ പാന് അറിഞ്ഞൂടാ. ഒരു പാനുണ്ട്. പിന്നെ ഇതാ ഒരു പെൻസിലുണ്ട്. നമ്മുടെ സാധാ ജോമെട്രി ബോക്സിലുള്ളൊരു പെൻസിലുണ്ട്. ഇച്ചിരി കൂടെ വലുതാണെന്നേ ഉള്ളൂ. ഒരു പെൻസില്. ഇതെന്ത് സംഭവമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്കെച്ചാണ്. സ്കെച്ചാണ്. നല്ല മണമുണ്ട്. സ്കെച്ചാണ്. സോറി. ഇത് കട്ടർ, ബാക്കിയുള്ള ജോമെട്രി ബോക്സിലെ സാധനങ്ങൾ. ഇത് രണ്ടുമാണ് എക്സ്ട്രാ ഉള്ളത്. എല്ലാം കൂടെ പൊട്ടിപ്പൊളി. സോറി ഗൈസ്, ഞാൻ അറിയാതെ ഇങ്ങനെ അമ്മയോട് സംസാരിച്ച, അമ്മ വീഡിയോ എടുത്തപ്പോൾ സംസാരിച്ച ഇതിങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ താഴ്ന്ന് എല്ലാം കൂടെ താഴെ ഇങ്ങനെ ഇളവി താഴെ പോവും. അത് ഞാൻ തിരുവനന്തപുരത്തല്ലേ, അപ്പോൾ തിരുവനന്തപുരം ഭാഷ ഇടയ്ക്ക് കയറി വരണതാണ്. എല്ലാം ക്ഷമിക്കുക. ഇത് കോമ്പസും സാധനങ്ങളൊക്കെ താഴുന്നില്ല. കോമ്പസും സാധനങ്ങളും, ഡിവൈഡർ, റബ്ബർ, അങ്ങനെ സംഭവങ്ങൾ. ഇത് രണ്ടും എക്സ്ട്രാ ഇല്ലാത്തൊരു സംഭവമാണ്. ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്നത് അതിനെയൊക്കെ ഇടയ്ക്ക് കളഞ്ഞു. അതിനെയൊക്കെ ഞാൻ തന്നെ ഇടയ്ക്ക് പറഞ്ഞു, വേറെ ആരുമില്ല. ഇതിലേക്കൂടെ എടുത്ത വലിക്കൂടെ. ഈ വീഡിയോ മൊത്തം കോമഡി ആവുമെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇത് ഞാൻ ഒരു സെറ്റ് വാങ്ങിച്ചോളൂ. എനിക്ക് അധികം പെൻസിൽ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരു സെറ്റ് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി ഞാൻ എടുത്തു. ഞാൻ എടുത്ത് കാണിച്ചു തരാം. എടുക്കാൻ പറ്റുന്നില്ല. നിറച്ച് കപ്പ് കേക്കുള്ള, ബാക്കിൽ റബ്ബർ വരുന്ന ഒരു ടൈപ്പാണ്. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിറച്ച് കപ്പ് കേക്ക് ഉണ്ടല്ലോ, അതിൻ്റെ പടം പറഞ്ഞ ഒരു പെൻസിലാണ്. പിന്നെ ഒരു ബുക്കുണ്ട്. ഇത് ഞാൻ റെക്കോർഡ് ബുക്കായിട്ടാണ് വാങ്ങിച്ചത്. ഇത് സ്കൂളിൽ റെക്കോർഡ് ബുക്ക്, ഇങ്ങനത്തെ ബുക്ക് വാങ്ങിക്കാൻ പറഞ്ഞു. ഇനി മാറ്റുമെന്ന് എനിക്കറിയില്ല. റെക്കോർഡ് ബുക്കാണിത്. തിരിച്ച് ബാഗിനകത്ത് നിൽക്കുന്നത്. പിന്നെ ഒരു സ്കെയിലുണ്ട്. സോറി, രണ്ടല്ല, ഒരു സ്കെയിലുണ്ട്. ഇതിന് 5 രൂപയാണ്. ഒരെണ്ണത്തിന് 5 രൂപ. ഒരെണ്ണത്തിന് 5 രൂപ സ്കെയിൽ. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച സംഭവമാണ്. ഇത് എത്ര വർഷം വാങ്ങിച്ചാലും ഇത് പെട്ടെന്ന് തീർന്നു ഈ സംഭവം. ഇത് ഇത് റെക്കോർഡ് പേപ്പറാണ്. റെക്കോർഡ് പേപ്പറാണ് ഇത്. എപ്പോൾ വാങ്ങിച്ച, സോറി ഗൈസ്, പ്രോജക്റ്റ് പേപ്പറാണിത്. എനിക്ക് മാറിപ്പോയതാണ്. റെക്കോർഡ് ബുക്കിൻ്റെ അതിനെ പറഞ്ഞപ്പോൾ ഇത് റെക്കോർഡ് പേപ്പറാണെന്ന് വിചാരിച്ചു. ഇത് പ്രോജക്റ്റ് പേപ്പറാണ്. ഇത് എല്ലാ വർഷവും ഞാൻ സംഭവം വാങ്ങിക്കും. ഈ പ്രോജക്റ്റ് പേപ്പർ വാങ്ങിക്കും, പക്ഷേ തികയാറില്ല, തീർന്നു. പിന്നെ ലാസ്റ്റ് ഈ ഓണം വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ക്രിസ്മസ് വെക്കേഷനൊക്കെ കുറേ പ്രോജക്റ്റ് വരും. എന്നിട്ട് അത് ലാസ്റ്റ് ഞാൻ ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിന് നല്ല പൈസ. ഇത് ഇപ്പം സ്കൂൾ ഷോപ്പിംഗ് ടൈം ആകുമ്പോൾ പൈസ എല്ലാം കുറയും. പക്ഷെ ഇപ്പം പിന്നെ ചെന്ന് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് പറയും അവർ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കുറച്ചധികം ഉള്ളത് ഞാൻ വാങ്ങിച്ചു. അല്ലെങ്കിൽ ഇത്ര ഉള്ളത് ഞാൻ വാങ്ങിക്കില്ല. ഇപ്രാവശ്യം എന്താ കുറച്ചധികം ഉള്ളത്, എത്രണ്ണം ഉണ്ടെന്ന് എഴുതിയിട്ടില്ല കേസ്. കുറച്ചധികം ഉള്ളതാണ് ഞാൻ വാങ്ങിച്ചത്. പ്രോജക്റ്റ് പേപ്പർ. പിന്നെ അതാ ഒരു A4 ഷീറ്റ് പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. A4 ഷീറ്റ് പേപ്പർ. A4 ഷീറ്റാണെന്നറിയില്ല, ഇത് പ്ലെയിൻ പേപ്പറാണ്. A4 ഷീറ്റാണ്. ഞാൻ സാധാരണ A4 ഷീറ്റ് ഇങ്ങനെ ഒരു ഇത്രയുള്ളൊരു ഇതിലാണ് മറ്റേ കെട്ട് മാതിരിയുള്ള വാങ്ങിക്കുക. പക്ഷെ ഇപ്പം അതവിടെ കണ്ടില്ല. ഇപ്പം സ്റ്റോക്ക് വന്നതെന്ന് അറിയില്ല, ഞാൻ കണ്ടില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ വാങ്ങിച്ചത്.
പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഒരു ഗ്രാഫ് ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഗ്രാഫ് ബുക്കല്ല, ഗ്രാഫ് പേപ്പർ. ആ ഗ്രാഫ് പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. അത് കുറച്ച് യൂസ്ഫുൾ വരുള്ളൂ, കാരണം മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ആവശ്യം വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ, വളരെ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ അതാ ഒരു ഗ്ലിറ്റർ പേന വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാനായിട്ട് ഒരു ഗ്ലിറ്റർ പേന വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ സിൽവർ, ബ്ലൂ അങ്ങനെ ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. റെഡ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം റെഡ് ഗ്ലിറ്റർ പേന യൂസ് ചെയ്യാൻ പറ്റും. റെഡ് അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട്. അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് ഗ്ലിറ്റർ പേന. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇഷ്ടംപോലെ ഫ്ലെയറിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ സ്കൂൾ ഷോപ്പിംഗ് വീഡിയോയിലൊക്കെ ഞാൻ ഫ്ലെയറിൻ്റെ പേന യൂസ് ചെയ്യുന്നുണ്ട്, നല്ലതാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഗ്ലിറ്റർ പേന ഉൾപ്പെടെ ഞാൻ ഫ്ലെയറിൻ്റെയാണ് വാങ്ങിച്ചത്. ഞാൻ ഗ്ലിറ്റർ പേന യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ആ മറ്റേ പേന നല്ല പേനയാണ്. നിങ്ങൾ എല്ലാവരും വാങ്ങിച്ചോ, സൂപ്പർ പേനയാണ്. ഞാൻ യൂസ് എന്ന് പറയണതല്ല, ഞാൻ ഒരിക്കലും പ്രമോഷൻ വീഡിയോ അല്ല ഇത്. ആരും പ്രമോഷൻ വീഡിയോ എന്ന് പറയണ്ട, ഇത് പ്രമോഷൻ വീഡിയോ അല്ല. ഇത് ഞാൻ യൂസ് എന്ന് പറയണത് നല്ല ഒരു പേനയാണ്. നല്ലതാണ്. നല്ലതാണ് കേട്ടോ, ബ്ലൂ ആണ്. ഞാൻ കേസിന് എടുത്തപ്പോൾ മൊത്തം അലമ്പായി കേസ്. റെഡി. ഭയങ്കര ഒരു ശബ്ദമാണ് ഇങ്ങനെ. ഇത് എന്താ ഈ ശബ്ദം ഭയങ്കര ഇറിറ്റേഷനാണ്, നിങ്ങൾ ക്ഷമിക്കുക. ഇതിൻ്റെ റേറ്റ് വന്ന് 100 രൂപയാണ് കേസ്. ഇതിൻ്റെ പിന്നെ ഇപ്പം സ്കൂൾ ഷോപ്പിംഗ് ആയതുകൊണ്ട് ഇപ്പോൾ ഓഫറുണ്ട്. അപ്പോൾ എനിക്കിത് 10 രൂപയ്ക്ക് കിട്ടി. 10 രൂപയ്ക്കാണ് കിട്ടിയത്. 100 രൂപയുള്ളത് എനിക്ക് 10 രൂപയ്ക്കാണ് ഇവിടെ കിട്ടിയിരുന്നത്. സോറി ഗൈസ്, ഒരു തെറ്റ് പറ്റി. ഇത് ഒരെണ്ണം 10 രൂപ വെച്ചുള്ളൂ. ഒരു ഗ്ലിറ്റർ പെന്നിന് ഇപ്പോൾ ഈ ബ്ലൂ മാത്രം എടുക്കണമെങ്കിൽ ഒരെണ്ണം 10 രൂപ. പിന്നെ സെറ്റ് ആയിട്ടാണ് എനിക്കിത് എത്രയും അറിഞ്ഞുകൂടാ. ഇതിൻ്റെ മാർക്കറ്റ് റേറ്റ് ഒന്ന് 100 രൂപയാണ്. അപ്പോൾ ഓഫർ തന്നിട്ട് എനിക്ക് എത്ര രൂപ എനിക്ക് അറിഞ്ഞുകൂടാ, സോറി. ഒരെണ്ണം 10 രൂപ. അപ്പം ഇതിൻ്റെ ഓഫർ റേറ്റ് ഒന്ന് 100 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. കാണാൻ പറ്റൂല, ഇത് ഭയങ്കര ചെറുതായിട്ടാണ് ഇരിക്കുന്നത്, കാണാൻ പറ്റൂല ഗീസ്. അപ്പോൾ അതാ ഗ്ലിറ്റർ പെൻ. ഇത്രയുള്ള ഗൈസ് എൻ്റെ സ്കൂൾ ഷോപ്പിംഗ്. ഇത് ഒരു ബ്ലൂവും ഇതെന്ത് കളറെന്ന് എനിക്കറിഞ്ഞൂടാ, എന്തോ ഒരു കളർ. ഞാൻ ശരിക്കും ബാഗ് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞാണ് പോയത്. പക്ഷെ എനിക്കവിടെ ചെന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബാഗ്. ഞാൻ ആദ്യം വേറൊരു ബാഗാണ് എടുത്തത്, പക്ഷെ എനിക്കത് വേണ്ട, അത്രയും വലിയ ബാഗ് എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞ് ബാഗ്, അത് ഓഫർ പോയിട്ട് 900 ഇത്രയാണ് ഇതിൻ്റെ അത് വന്ന്. ഞാൻ ആദ്യം എടുത്ത ബാഗ്. ഇതിൻ്റെ റേറ്റ് കൊടുത്തിട്ടില്ല ഗൈസ്. 600 റേറ്റ് കാണാം. റേറ്റ് കാണാമല്ലോ, എനിക്കറിയില്ല, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം എൻ്റെ റേറ്റ് ഇതാണ്, 600 എത്ര ഞാൻ എൻ്റെ റേറ്റ്. അപ്പോൾ ഇത്രയുള്ള കേസിന് എൻ്റെ സ്കൂൾ ഷോപ്പിംഗ് ഐറ്റംസ് കാണിക്കൽ. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ കുറേ സാധനങ്ങളെ കാണിക്കും. എനിക്കത്ര സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. എനിക്കിപ്പം വാട്ടർ ബോട്ടിലുണ്ട്. വാട്ടർ ബോട്ടിൽ സോറി ഗേസ്, സ്പീഡ് പറഞ്ഞത് അങ്ങനെയാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയണ്ട, പല്ലിൽ ഞാൻ കമ്പി ഇടുന്നുണ്ട്, ബ്രേസസ് ഇട്ടുണ്ട്, പല്ലിൽ ബ്രേസസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയണെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നതല്ല, അത് ഞാൻ പറയുന്നത് അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെ ആയിപ്പോണേ, നിങ്ങൾ ക്ഷമിക്കുക, സോറി, ക്ഷമിക്കണം. അതിപ്പം കമ്പി ഇട്ടിക്കണം എനിക്കൊരു സ്റ്റാർട്ടിങ് ആൽബം ഫസ്റ്റ് കാണുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഞാൻ കുറേ സാധനങ്ങളൊക്കെ എന്നെ കാണിക്കാൻ കണ്ടിട്ടുണ്ട്.
അപ്പം അതുകൊണ്ട് വാട്ടർ ബോട്ടിലായാലും ലഞ്ച് ബോക്സ് ആയാലും എനിക്കുണ്ട്. അപ്പം വെറുതെ വാങ്ങിച്ച് പൈസ കളയണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ റോഡ് ഭാഗത്തോടെ, ഇത് നേരെയുള്ള വഴിയാണ്. അപ്പോൾ ഇവിടെ 2-3 വീടുകൾ ഇങ്ങനെ ചേർന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കുറേ നോയ്സ് കേൾക്കും. ഇത് മെയിൻ റോഡ് വരുന്ന ഭാഗമാണ്. ഇപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞാണ്, അമ്മേനെ വീഡിയോ എടുത്തരണ. ഇത് മെയിൻ റോഡ് ഭാഗമാണ്. അപ്പം ഇവിടെ കുറേ വീടുണ്ട്. ആ കാണുന്ന ഒരു വീട്, ആ കാണുന്ന ഒരു വീട്, പിന്നെ ഇവിടെ ഒരു വീട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര തൂക്കുന്ന ശബ്ദമൊക്കെ കേൾക്കണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാം ക്ഷമിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ട്യൂഷനോ സമയം കേട്ടോ, 5:30 ട്യൂഷനക്ക് സമയമായി. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.